ഗ്രിഗോറിയൻ ചാന്റ് പാശ്ചാത്യ ക്രിസ്തീയ പള്ളികളിൽ ഉപയോഗിച്ചിരുന്ന ഏകസ്വര സംഗീത ഉപകരണങ്ങളില്ലാത്ത ആരാധനാ ഗാനങ്ങളുടെ ഒരു പരമ്പരയാണ്. ഇത് ലത്തിൻ ഭാഷകളിൽ പാടപ്പെടുകയും റോമൻ കത്തോലിക്ക സഭയുടെ ആരാധനകളുടെ പ്രധാന ഘടകവുമായിരുന്നു. 10-ാം നൂറ്റാണ്ടുകളിൽ പാശ്ചാത്യ മധ്യ യൂറോപ്പിൽ ഗ്രിഗോറിയൻ ചാന്റ് പ്രധാനമായും വികസിച്ചു. പോപ്പ് ഗ്രിഗറി ഒന്നാമൻ ഇതിന്റെ സൃഷ്ടാവാണെന്ന് പ്രചാരം ഉണ്ടായിരുന്നുവെങ്കിലും പണ്ഡിതന്മാർ ഇത് പഴയ റോമൻ ചാന്റും ഗാലിക്കൻ ചാന്റും ചേർന്നുണ്ടായ കരോളിയഞ്ചിയൻ സംയോജ്യമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഗ്രിഗോറിയൻ ചാന്റിന്റെ ഉത്ഭവം 10-ാം നൂറ്റാണ്ടുകളിൽ പാശ്ചാത്യ മധ്യ യൂറോപ്പിൽ സംഭവിച്ചു. പോപ്പ് ഗ്രിഗറി ഒന്നാമൻ ഇതിന്റെ സൃഷ്ടാവാണെന്ന് പ്രചാരമുണ്ടായിരുന്നുവെങ്കിലും പണ്ഡിതന്മാർ ഇത് പഴയ റോമൻ ചാന്റും ഗാലിക്കൻ ചാന്റും ചേർന്നുണ്ടായ കാരോളിഞ്ചിയൻ സംയോജ്യമാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഫ്രാങ്കിഷ് രാജാവായിരുന്ന ചാൾസ് മെയിൻ AD 768 മുതൽ 814 വരെ ജീവിച്ചിരുന്ന അദ്ദേഹം ഗ്രിഗോറിയൻ ചാന്റ് തന്റെ രാജ്യത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. അതുവഴി ഗാലിക്കൻ ചാന്റിന് പ്രാധാന്യം നഷ്ടപ്പെട്ടു. 9-ാം നൂറ്റാണ്ടുകളിൽ ഗ്രിഗോറിയൻ ചാന്റും ഗാലിക്കൻ ചാന്റും തമ്മിൽ സംയോജനം സംഭവിക്കുകയും അതിലൂടെ ഇന്നത്തെ രൂപത്തിൽ ചാന്റുകൾ വികസിക്കുകയും ചെയ്തു എന്ന് അനുമാനിക്കാം. ഗ്രിഗോറിയൻ ചാന്റിന്റെ സംഗീത സവിശേഷതകൾ. ഗ്രിഗോറിയൻ ചാന്റുകൾ ആദ്യം 4, പിന്നീട് 8, ഒടുവിൽ 12 മോഡുകളായി ക്രമീകരിക്കപ്പെട്ടു. ഈ ചാന്റുകൾ പ്രത്യേകമായ സ്വരക്രമങ്ങൾ, തുടക്കവും അവസാനവും, പ്രത്യേക സ്വരങ്ങൾ ചുറ്റിപ്പറ്റിയുള്ള സംഗീത മോട്ടീഫുകളുടെ ഉപയോഗം എന്നിവ ഉൾക്കൊള്ളുന്നു. ഗ്രിഗോറിയൻ ചാന്റുകൾ പരമ്പരാഗതമായി പള്ളികളിലെ പുരുഷ ബാല കൊയറുകൾ അല്ലെങ്കിൽ മതസഭകളിലെ സ്ത്രീ പുരുഷ അംഗങ്ങൾ പാടിയിരുന്നു. ഇത് റോമൻ റൈറ്റ് സംഗീതമാണ്. മസ്തിലും മൊണാസ്റ്റിക് ഓഫീസിലും അവതരിപ്പിക്കപ്പെടുന്നു. ഗ്രിഗോറിയൻ ചാന്റുകൾ പാശ്ചാത്യ പോളിഫോണിയുടെ വികസനത്തിൽ പ്രധാനപ്പെട്ടിരുന്നു. ആധുനിക കാലത്തെ ഗ്രിഗോറിയൻ ചാന്റുകൾ എപ്രകാരമെന്ന് നമുക്ക് നോക്കാം. 1950കളിൽ ഗ്രിഗോറിയൻ ചാന്റ് മസിലും സാധാരണമായിരുന്നു. എന്നാൽ 2-ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം പരമ്പരാഗത ലത്തിൻ മസ്സുകൾ പ്രാദേശിക ഭാഷകളിലേക്ക് മാറ്റിയതോടെ ചാന്റിന്റെ പ്രാധാന്യം കുറയുകയും ചെയ്തു. എന്നാലും കഴിഞ്ഞ ചില ദശാബ്ദങ്ങളിൽ ഗ്രിഗോറിയൻ ചാന്റിന്റെ പ്രാധാന്യം വീണ്ടും ഉയർന്നു വരികയും പാശ്ചാത്യ സംഗീതത്തിൽ അതിന്റെ സ്വാധീനം തിരിച്ചറിയപ്പെടുകയും ചെയ്യുന്നു. ഗ്രിഗോറിയൻ ചാന്റും ഭൂതോച്ചാരണവും തമ്മിലുള്ള ബന്ധം. ആത്മീയ ശക്തി. ഗ്രിഗോറിയൻ ചാന്റുകൾ ദൈവിക പ്രാർത്ഥനകളായി കണക്കാക്കപ്പെടുന്നു. കത്തോലിക്ക വിശ്വാസത്തിൽ ദൈവിക സംഗീതം മനോവിഷമങ്ങൾ അകറ്റുകയും മനസ്സിന് സമാധാനം നൽകുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഭൂതോച്ചാരണം എന്നത് ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ സ്ഥലത്ത് ദുഷ്ടാത്മാക്കൾ നിലനിൽക്കുന്നതായി വിശ്വസിക്കുമ്പോൾ നടത്തപ്പെടുന്ന ഒരു ആചാരമാണ് ഭൂതോച്ചാരണം അഥവാ എക്സോർസിസം. ഇത് നടത്തുമ്പോൾ പ്രാർത്ഥനകളും വിശുദ്ധ ജലം തളിക്കലും ഉൾപ്പെടുന്നു. പ്രാഭവ ശൈലിയുടെ ആവർത്തനം. ഗ്രിഗോറിയൻ ചാന്റുകൾ മന്ദഗതിയിലുള്ള ആവർത്തനപരമായ സംഗീത രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് മാനസിക ശാന്തിയും ആന്തരിക നിലച്ചുറപ്പും നൽകുന്നു, പ്രത്യേകിച്ച് ആത്മീയ പോരാട്ടങ്ങൾക്കിടയിൽ. ഭൂതോച്ചാരണം ചെയ്യുമ്പോൾ ഗ്രിഗോറിയൻ ചാന്റുകൾ പശ്ചാത്തലത്തിൽ ആലപിക്കുന്നതിലൂടെ അശുദ്ധാത്മാക്കൾക്കെതിരെ പോരാടാൻ ഒരു ശക്തമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു. വിശുദ്ധ ബൈബിളിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. കത്തോലിക്ക ദൈവശാസ്ത്ര പ്രകാരം സംഗീതം ദൈവത്തിന്റെ ഒരു ശക്തമായ ഉപാധിയാണ്. 1 സാമുവൽ 16-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയപ്പെടുന്നു: ദാവീദ് രാജാവിന്റെ വീണമേള കേട്ടപ്പോൾ ശൗൽ രാജാവിൽ നിന്ന് ദുഷ്ടാത്മാവ് ഒഴിഞ്ഞു. ഇതിന് സമാനമായി ഗ്രിഗോറിയൻ ചാന്റുകളെ എക്സോർസിസത്തിനായി ഉപയോഗിക്കുന്നത് വലിയ പ്രഭാവം ചെലുത്തുമെന്ന് വിശ്വാസമുണ്ട്. 4 വ്യത്യസ്ത ചാന്റുകളാണ് പ്രധാനമായും അറിയപ്പെടുന്നത്. പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുന്ന ചാന്റ്, വെനി ക്രിയേറ്റർ സ്പിരിച്ചേഴ്സ്. ദൈവമാതാവിനോടുള്ള പ്രാർത്ഥന, സാൽവേ റെജീന. ദൈവന്യായത്തെക്കുറിച്ചുള്ള ഗാനം, ലോർഡ്സ് പ്രേയർ. ഇവയെല്ലാമാണ് പ്രസിദ്ധമായ 4 ചാന്റുകൾ. ഗ്രിഗോറിയൻ ചാന്റുകൾ കൊണ്ടുള്ള നേട്ടങ്ങൾ ഇവയെല്ലാമാണ്. മനോവിഷമങ്ങൾ, ഭയം, ചിന്താ പ്രശ്നങ്ങൾ എന്നിവ ഒഴിവാക്കാൻ സഹായിക്കുന്നു. ദൈവിക ശക്തി ആഹ്വാനം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. ഭൂതോച്ചാരണം നടത്തുമ്പോൾ ആത്മീയമായ സംരക്ഷണവും ശക്തിയും നൽകുന്നു. ഗ്രിഗോറിയൻ ചാന്റുകളും
ഭൂതോച്ചാരണവും തമ്മിലുള്ള ഈ ബന്ധം പാശ്ചാത്യ ക്രിസ്തീയ ആചാരങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്നു. എന്നാൽ ഇത് പ്രായോഗികമായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായ കത്തോലിക്ക പാഠശാലകൾ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഗ്രിഗോറിയൻ ചാന്റ് ഉപയോഗിച്ചാലുള്ള മാനസിക ആത്മീയ ഗുണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യമായി തന്നെ മനസ്സിന്റെ സമാധാനം. ഗ്രിഗോറിയൻ ചാന്റുകൾ നിരന്തരം ആവർത്തിച്ചാൽ മനസ്സിന് ആത്മീയമായ ശാന്തിയും സമാധാനവും നൽകുന്നു. ആലാപന രീതി വളരെ ലയോബദ്ധമായതിനാൽ മനസ്സിനെ താളക്കേടില്ലാതെ ഒരു ദൈവിക ഭാവത്തിലേക്ക് നയിക്കുന്നു. ആത്മീയ ഉണർവിന്റെ കാര്യത്തിലാണെങ്കിൽ ദൈവത്തോടുള്ള ആഴത്തിലുള്ള ബന്ധം വർദ്ധിപ്പിക്കുകയും പ്രാർത്ഥനകളെ കൂടുതൽ പ്രാഭവശാലിയാക്കുകയും ചെയ്യുന്നു. ഭൂതോച്ചാരണം പോലുള്ള ആചാരങ്ങളിൽ ദുഷ്ടാത്മാക്കളെ അകറ്റാൻ സഹായിക്കുന്നു. ഉത്തമ ധ്യാനോപകരണമാണ്. യോഗയും ധ്യാനവും പോലെ ഗ്രിഗോറിയൻ ചാന്റുകൾ കേൾക്കുന്നതിലൂടെ ആന്തരിക ശ്രദ്ധയും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നു. മുൻഗണിപ്പിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉണർവ് പ്രാപിക്കാനും ഗ്രിഗോറിയൻ ചാന്റുകൾ വളരെയധികം സഹായിക്കുന്നു. ഇനി ശാരീരിക ആരോഗ്യ ഗുണങ്ങൾ. സ്ട്രെസ് കുറയ്ക്കുന്നു. ഗ്രിഗോറിയൻ ചാന്റ് കേൾക്കുന്നതിലൂടെ ശാന്തമായ ഈ ശബ്ദ തരംഗങ്ങൾ താളമയമായ ശ്വാസോച്ഛ്വാസം സഹായിക്കുകയും വിഷാദം, ഉത്കണ്ഠ എന്നിവ കുറയ്ക്കാനും സഹായിക്കുന്നു. ഹൃദയതാളം നിയന്ത്രിക്കുകയും രക്തസമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുകയും ചെയ്യുന്നു. ശാന്തവും താളബന്ധിതവുമായ ഈ സംഗീതം ഒരുക്കമായ ഉറക്കം പ്രാപിക്കാനും അമിത ചിന്ത ഒഴിവാക്കാനും സഹായിക്കുന്നു. മസ്തിഷ്ക പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. പല ഗവേഷകങ്ങളും തെളിയിച്ചതനുസരിച്ച് ഗ്രിഗോറിയൻ ചാന്റുകൾ കേൾക്കുമ്പോൾ ആൽഫ തരംഗങ്ങൾ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു. ഇത് മികച്ച ഓർമ്മശക്തിയും കേന്ദ്രീകരിക്കാനുള്ള ശേഷിയും നൽകുന്നു. ആത്മീയ സംഗീതപരമായ ഗുണങ്ങൾ. ദൈവിക അനുഭവം നൽകുന്നു. ചാന്റുകൾ പ്രധാനമായും ലാറ്റിൻ ഭാഷയിലായതിനാൽ അവയിൽ ഒരു ദൈവിക തേജസ് നിറഞ്ഞിരിക്കുന്നു. ദൈവത്തോടുള്ള ആത്മീയ ബന്ധം കൂടുതൽ ആഴത്തിൽ അനുഭവപ്പെടുന്നു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ദേവാലയങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലും ഗ്രിഗോറിയൻ ചാന്റുകൾ കേൾക്കുമ്പോൾ ശാന്തമായ ഒരു ആത്മീയ പരിസരം ലഭ്യമാവുന്നു. ഹൃദയത്തിൽ ദൈവികമായ പരമസത്യ അനുഭവപ്പെടുന്നു. ആലാപന ശേഷി വർദ്ധിപ്പിക്കുന്നു. ശ്വാസ നിയന്ത്രണത്തിലൂടെ ശബ്ദത്തിന്റെ മൃദുത്വവും ഊർജ്ജസ്വലതയും മെച്ചപ്പെടുത്തുന്നു. സംഗീത പഠനത്തിനുള്ള താല്പര്യവും ലയബോധ്യവും വർദ്ധിപ്പിക്കുന്നു. പഠനം, ജോലി, ദൈനംദിന ജീവിതത്തിൽ ഗ്രിഗോറിയൻ ചാന്റിന്റെ ഉപയോഗം എപ്രകാരം ഗുണങ്ങൾ ചെയ്യുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. മനസാക്ഷി ഉണർത്തുന്നു. പഠനം, രചന, കലാപ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. മനസ്സിന്റെ അലക്ഷ്യത കുറയ്ക്കുകയും ഉയർന്ന നിലവാരമുള്ള ചിന്തകൾ വളർത്താനുമുള്ള പ്രചോദനം നൽകുകയും ചെയ്യുന്നു. സഹനശക്തിയും പോസിറ്റീവ് എനർജിയും നൽകുന്നു. ജോലി സ്ഥലത്ത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുമുള്ള മാർഗം കൂടിയാണിത്. ബുദ്ധിമുട്ടുകളും നിരാശകളും ക്ഷമയോടെ ഏറ്റെടുക്കാൻ സഹായിക്കുന്നു. ചാരിതാർത്ഥ്യവും ആത്മതൃപ്തിയും നൽകുന്നു. ആത്മീയ ജീവിതത്തിൽ ഗ്രിഗോറിയൻ ചാന്റുകൾ ഉൾപ്പെടുത്തുമ്പോൾ ഹൃദയത്തിൽ ഒരു പൂർണ്ണതയുടെയും സംതൃപ്തിയുടെയും അനുഭവം ലഭിക്കുന്നു. ഗ്രിഗോറിയൻ ചാന്റുകൾ ആരൊക്കെയാണ് കേൾക്കേണ്ടത്? ധ്യാനം ചെയ്യുന്നവർ, വിദ്യാർത്ഥികൾ, സംഗീതം അഭ്യസിക്കുന്നവർ, മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർ, പ്രാർത്ഥനാശീലമുള്ളവർ, ജീവിതത്തിൽ കൂടുതൽ ആത്മീയത തേടുന്നവർ, ഇവയെല്ലാമാണ് ഗ്രിഗോറിയൻ ചാന്റുകൾ ഉപയോഗിക്കേണ്ടത്. ഗ്രിഗോറിയൻ ചാന്റുകൾ ശരീരത്തിനും മനസ്സിനും ആത്മാവിനുമുള്ള ഒരു സമ്പൂർണ്ണ ചികിത്സാ മാർഗമാണ്. ഇത് കേൾക്കുന്നത് മാത്രമല്ല, ആവർത്തിച്ചു പാടുന്നതും അതീവ ഗുണകരമാണ്. തങ്ങൾക്കും കുടുംബത്തിനും മനസ്സിന്റെ സമാധാനം ലഭിക്കാൻ ഈ ദൈവിക സംഗീതം ഉൾപ്പെടുത്താൻ ശ്രമിക്കൂ. കപ്പുച്ചിൻ സന്യാസിമാരുടെ ചരിത്രം. കപ്പുച്ചിൻ സന്യാസ സഭ ഫ്രാൻസിസ്കൻ സഭയുടെ ഒരു ശാഖയായ AD 1525 ഇറ്റലിയിൽ ആരംഭിച്ചു. സെന്റ് ഫ്രാൻസിസ് അസീസിയുടെ ആത്മീയത കൂടുതൽ കർശനമായി ആചരിക്കാൻ വേണ്ടി ലൂയിസ് ഓഫ് ഫോസ് എന്ന ബ്രദർ ഈ നവീകരണം കൊണ്ടുവന്നു. അവരുടെ പ്രധാന ലക്ഷ്യം ദരിദ്രതയിലൂടെയും ആത്മീയ ജീവിതത്തിലൂടെയും ക്രിസ്തുവിന്റെ സമീപത്തേക്ക് എത്തുക എന്നതായിരുന്നു. കപ്പൂച്ചിൻ എന്ന പേര് എവിടെ നിന്ന് വന്നു? കപ്പൂച്ചിൻ സന്യാസിമാർ വഹിക്കുന്ന പ്രത്യേകതയുള്ള കുപ്പായവും തലക്കെട്ടിലുള്ള കപ്പൂച്ചെ
ഹൂഡ് ചൂടിയ അങ്ങാടിയുള്ള വസ്ത്രം കാരണമാണ് ഇവർക്ക് ഈ പേര് ലഭിച്ചത്. ഇന്ത്യയിലും കേരളത്തിലുമുള്ള കപ്പൂച്ചിൻ സഭയുടെ സാന്നിധ്യങ്ങൾ AD 1600-കളിൽ പോർച്ചുഗീസ് മിഷണറിമാരോടൊപ്പം കപ്പൂച്ചിൻ സന്യാസിമാർ ഇന്ത്യയിലെത്തി. കേരളത്തിൽ വേലുത്തമ്പി ദളവയുടെ കാലഘട്ടത്തിൽ പ്രധാനമായും കൊച്ചിയിലും കുറച്ചുകാലം തിരുവനന്തപുരത്തും പ്രവർത്തിച്ചു. 17-ാം നൂറ്റാണ്ടിൽ മധുര മിഷൻ തുടങ്ങിയപ്പോൾ കപ്പൂച്ചിൻ മിഷണറിമാർ ദക്ഷിണേന്ത്യയിൽ വ്യാപകമായി സജീവമായി. മലബാർ മേഖലയിൽ വിശ്വാസ പരിഷ്കരണത്തിന് ഇവർ നൽകിയ സംഭാവന അന്യം വന്നിരിക്കുന്ന കത്തോലിക്ക വിശ്വാസത്തെ പുനർജീവിക്കുന്നതിനുണ്ടായി. കപ്പൂച്ചിൻ സന്യാസിമാരുടെ പ്രധാന സംഭാവനകൾ ഇവയെല്ലാമാണ്. ക്രൈസ്തവ മതപ്രബോധനം. കത്തോലിക്ക സഭയുടെ നവീകരണത്തിനും പ്രബോധനത്തിനും പ്രാധാന്യം നൽകി. പുസ്തകരചന. മിഷണറിമാർ മലയാളത്തിലും തമിഴിലും ഒട്ടനവധി കൃതികൾ രചിച്ചിട്ടുണ്ട്. വിശ്വാസ പരിപോഷണം. ചെറുപുഷ്പം മിഷൻ തുടങ്ങിയ പദ്ധതികൾ മുഖേന തദ്ദേശീയ ജനതയിൽ വിശ്വാസം വളർത്തി. ഇന്നത്തെ കപ്പൂച്ചിൻ സന്യാസിമാർ. ഇന്നത്തെ കപ്പൂച്ചിൻ സമൂഹം വിദ്യാഭ്യാസത്തിലും ആരോഗ്യ രംഗത്തും സാമൂഹിക പ്രവർത്തനങ്ങളിലും ശ്രദ്ധ ചെലുത്തുന്നു. കേരളത്തിൽ വിവിധ സെമിനാറികളും സഭകളുമുണ്ട്. പ്രത്യേകിച്ച് ആലുവ, കോട്ടയം, തൃശൂർ എന്നിവിടങ്ങളിൽ ഇവരുടെ സാന്നിധ്യം ശക്തമാണ്. കപ്പൂച്ചിൻ സഭ 1525-ൽ ഇറ്റലിയിൽ രൂപീകൃതമായി. സെന്റ് ഫ്രാൻസിസ് അസീസിയുടെ അധ്യാപനങ്ങൾ കൂടുതൽ കർശനമായി പാലിക്കാനായിരുന്നു ഇതിന്റെ ഉദ്ദേശം. ഫ്രാൻസിസ് അസീസി സ്ഥാപിച്ച ഓർഡർ ഓഫ് ഫ്രിയേഴ്സ് മൈനർ എന്ന സംഘടനയിൽ നിന്നാണ് ഈ പുതിയ ശാഖ രൂപീകൃതമായത്. അദ്ദേഹത്തിന്റെ മൂല്യങ്ങൾ വീണ്ടും ഉണർത്താനായി മാറ്റോ ഡാ ബെസിയോ എന്ന ഫ്രാൻസിസ്കൻ സന്യാസി കർമ്മയോഗം ശക്തിപ്പെടുത്തിയ ഒരു കൂട്ടം സഹോദരന്മാരെ ചേർത്ത് പുതിയ സമുദായം രൂപീകരിച്ചു. കപ്പൂച്ചിൻ സഭയുടെ ലക്ഷ്യം അനുഷ്ഠാനപരമായ ദരിദ്രത പാലിക്കുകയും സന്യാസ ജീവിതം കൂടുതൽ കർശനമാക്കുകയും ചെയ്യുകയായിരുന്നു. എക്സോർസിസം അഥവാ ഭൂതോച്ചാടനം. എക്സോർസിസം എന്നത് ക്രിസ്ത്യൻ സഭകൾ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ അംഗീകരിച്ച ഒരു മതപരമായ പ്രാർത്ഥനാ ചടങ്ങാണ്. ഇത് ദുഷ്ടാത്മാവിന്റെ സ്വാധീനം ബന്ധിക്കുന്നതിനായി നടത്തുന്ന പ്രാർത്ഥനാ ശുശ്രൂഷയാണ്. കത്തോലിക്ക സഭയുടെ നിയമങ്ങൾ പ്രകാരം ഔദ്യോഗിക എക്സോർസിസം നടത്താൻ പ്രത്യേകമായി നിയമിതമായ പുരോഹിതന്മാർക്കേ അധികാരമുള്ളൂ. ഇവരെ എക്സോർസിസ്റ്റ് എന്ന് വിളിക്കാറുണ്ട്. എക്സോർസിസം ചെയ്യുന്നതിനായി സഭയുടെ അനുമതി ആവശ്യമാണ്. കപ്പൂച്ചിൻ സന്യാസികളും എക്സോർസിസവും. മിക്ക കപ്പൂച്ചിൻ സന്യാസികളും നേരിട്ട് എക്സോർസിസം നടത്താറില്ല. പക്ഷെ ചിലർ ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടിരിക്കുകയും വിശ്വാസികൾക്ക് ആത്മീയ സഹായം നൽകുകയും ചെയ്യുന്നു. ഇവരുടെ പ്രാർത്ഥനകളും ധ്യാനങ്ങളും വിശുദ്ധ ജലത്തിന്റെയും മറ്റു പ്രയോഗങ്ങളും ദുഷ്ടാത്മാക്കളെ അകറ്റാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചില പ്രശസ്ത കപ്പൂച്ചിൻ സന്യാസിമാർ ഭൂതോച്ചാരണത്തിൽ പ്രഗത്ഭരാണ്. പാദ്രോ പിയോ. ഇദ്ദേഹം അതിശക്തമായ ആത്മീയ സമർപ്പണത്തിന്റെയും ഭാവിശ്രദ്ധയുടെയും പേരിലാണ് അറിയപ്പെടുന്നത്. കപ്പൂച്ചിൻ സഭയുടെ പ്രധാന സംഭാവനകൾ ഇവയെല്ലാമാണ്. വിശ്വാസ പ്രബോധനം. കത്തോലിക്ക സഭയുടെ വിശ്വാസങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു. വിദ്യാഭ്യാസം. വിവിധ സ്കൂളുകളും സെമിനാരികളും ആരംഭിച്ചു. സാമൂഹിക സേവനം. ദരിദ്രർക്കായി ആശുപത്രികൾ, ഓർഫണേജുകൾ തുടങ്ങിയവ ആരംഭിച്ചു. ഭാഷയും സാഹിത്യവും. കപ്പൂച്ചിൻ മിഷണറിമാർ മലയാളത്തിലും തമിഴിലുമായി മതപരമായ ഒട്ടനവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇന്നത്തെ കപ്പൂച്ചിൻ സന്യാസികൾ. ഇന്നത്തെ കപ്പൂച്ചിൻ സഭ സാമൂഹിക സേവനങ്ങളിലും വിദ്യാഭ്യാസ മേഖലകളിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നു. മലബാർ മേഖലയിൽ വിവിധ സന്യാസ സമുദായങ്ങൾ നിലവിലുണ്ട്. ആലുവ, തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ എന്നിവിടങ്ങളിൽ സെമിനാരികൾ പ്രവർത്തിക്കുന്നു. വെള്ളയാണി, വെള്ളിക്കവല, പെരുമ്പാവൂർ എന്നിവിടങ്ങളിൽ കപ്പൂച്ചിൻ സന്യാസിമാർ സജീവമാണ്. കപ്പൂച്ചിൻ സന്യാസികൾ ക്രൈസ്തവ വിശ്വാസത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ്. അവർ ഒരു ആത്മീയ പുനർജന്മം നൽകിയവരാണ്. കേരളത്തിലും ഇന്ത്യയിലുമുള്ള ഇവരുടെ പ്രവർത്തനം സമുദായത്തിനും സമൂഹത്തിനും വളരെയധികം പ്രയോജനപ്പെടുത്തി.